അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള ഇവിടെ കൂടിയ ചെമ്പരിക്ക അബ്ദുൽ ഖാദർ മുസ്ലിയാർ കുടുംബാംഗങ്ങളെ, മറ്റു മഹൽ വ്യക്തിത്വങ്ങളെ, സുദീർഘമായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും ചേരൂർക്കാരനായ ഞാൻ ഈ ചെമ്പരിക്ക അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കുടുംബത്തിൻ്റെ ഒരു അംഗമായ ആ ഒരു പശ്ചാത്തലം ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നേരത്തെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരുമകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ 1971 സാദിയ അറബി കോളേജ് ബഹുമാനവും അല്ലട്ട് അബ്ദുൽ ഖാദർ ഹാജി സാഹിബിൻ്റെ കളനാടുള്ള വീടിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ മഹാനായ ചെമ്പരിക്ക ഖാദിയാറാണ് ഇവിടുത്തെ പ്രിൻസിപ്പാളും അതിൻ്റെ എല്ലാമെല്ലാം. അങ്ങനെ അവിടുന്ന് ഞാൻ 4ാമത്തെ ക്ലാസ്സിൽ ചേർത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു സഹവർത്തിത്വമായി കിട്ടിയ എൻ്റെ ക്ലാസ്മേറ്റാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബ് എന്ന് പറയുന്ന ഇദ്ദേഹം. ഇന്ന് എൻ്റെ ഭാര്യയുടെ അമ്മാവനാണ്. കാക്ക, സാധാരണ കാക്ക എന്ന് പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ വെച്ചു. അവിടുത്തെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ദൈവബന്ധു ദാറുൽ ഉലൂമിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോയതാണ്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിസ വരികയും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ ഒമാനിൽ പോയി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് ഈ നല്ല നിലയ്ക്ക് അദ്ദേഹം വളർന്നു വികസിച്ചു. അൽഹംദുലില്ലാഹ് ഉപ്പാൻ്റെ പൊരുത്തവും പ്രാർത്ഥനയുമാണ് എന്ന് ഞാൻ ഇവിടെ പറയുന്നത് കേട്ട് കഴിഞ്ഞു. എന്നാൽ ഞാനവിടെ 2 കൊല്ലം പൂർത്തിയാക്കി അവിടെ നിന്ന് തിരിച്ചു വന്ന് 1-2 സ്ഥലത്ത് ജോലി ചെയ്തു. ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകളെ, ആ പഴയ ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മരുമകളെ ഞാൻ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ 40 വർഷത്തെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് ശേഷം നമ്മളെല്ലാവരും തനിച്ചാക്കിക്കൊണ്ട് എൻ്റെ ഭാര്യ ഈ ലോകത്തോട് യാത്ര പറയുകയും ഇന്നും ഞാൻ എൻ്റെ ആ ബന്ധം ഈ കുടുംബവുമായി ഞാൻ തുടർന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടു പോയ എൻ്റെ ഭാര്യയുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ കുടുംബ ബന്ധത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്തുമാറാകട്ടെ. ഞാനും എൻ്റെ മക്കളും ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ കുടുംബമായിട്ട് എന്നും ബന്ധം ഉണ്ടാകും. ഈ ബന്ധം മരണം വരെ, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയും അവസാന നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് നമുക്കെല്ലാവർക്കും കുടുംബമായിട്ട് ഒന്നിച്ച് സ്വർഗ്ഗത്തിൽ കഴിയാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബം എന്നുള്ളത് ഒരു മഹത്തായ ഒരു ബന്ധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധം പുതുക്കുക എന്നുള്ളത്. നാം നിസ്സാരമായി കണക്കാക്കാൻ പറ്റുന്ന ഒന്നല്ല കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പല നിലക്കും ഉണ്ടാകും. മുതിർന്നവരുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും, പണക്കാരുണ്ടാകും, അഭ്യസ്ത വിദ്യരുണ്ടാകും, ഒന്നും അറിയാത്ത പാമരന്മാരുണ്ടാകും. എന്നിരുന്നാലും എല്ലാം ഒരേ ചരലിൽ കോത്തിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ അധിക പേർക്കും കഴിയാറില്ല. അധിക കുടുംബം തമ്മിൽ വഴക്കിടുകയും അവർ സാമ്പത്തികമായി വളരെയധികം താഴെയുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളോട് ഈ ഉയർന്ന കുടുംബമായി സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ അവർ നമ്മളോട് ഒത്തു പോകാൻ പറ്റിയവരല്ല എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന ഒരു സംവിധാനവും പ്രവണവുമാണ് ഇന്ന് ലോകത്ത് പലർക്കും കാണുന്നത്. അൽഹംദുലില്ലാഹ് ആ ഒരവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ടതായ ഒരു രീതിയാണ് ഈ ചെമ്പരിക്ക മർഹൂം അബ്ദുൽ ഖാദർ മുസ്ലിയാർ കുടുംബം. അവർ ഇന്നും കുടുംബത്തിൻ്റെ ഓരോ കണ്ണികൾ വളരെ ദൂരത്തുണ്ടെങ്കിലും അവരെ തേടി പിടിച്ചുകൊണ്ട് ഒന്നിച്ച് നിർത്തുന്ന ഒരു ചുറ്റുപാടാണ് ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയതും. അതുകൊണ്ട് തന്നെ അവരുടെ ആ കുടുംബത്തിൻ്റെ മഹാത്മ്യമാണ് ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞതും. ഈ മഹാത്മ്യം നമുക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ഖൈറും നന്മയും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല ഉത്തരവിച്ച് പോകാനും തൗഫീഖ് ചെയ്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് അൽ നൂർ എന്ന ഈ സ്ഥാപനം വളരെയധികം ഉന്നതിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് അല്ലാഹു തആല എത്തിച്ചേരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബ സംഗമത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.